ആദിലക്ഷ്മി കിച്ചൺ മേഡിന്റെ ക്രിസ്തുമസ് ആശംസകൾ. അപ്പൊ നമുക്ക് ഇന്നൊരു 4 കിലോ കേക്ക് ഉണ്ടാക്കാം. എങ്ങനെയാ നോക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് സോക്കിംഗ് ആണ്. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അടിപൊളി ടേസ്റ്റ് ആണ് മക്കളെ. ഇപ്പൊ വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം. എല്ലാ കൂട്ടുകാർക്കും ആദിലക്ഷ്മി കിച്ചൺ മേഡിന്റെ ഹാപ്പി ക്രിസ്മസ്. അപ്പൊ നമുക്ക് ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു പാക്കറ്റ് വാങ്ങാൻ കിട്ടും, മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പൊ അതിലുള്ള ഐറ്റംസുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 കേക്ക് ഉണ്ടാക്കാം. എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്ട്രോബെറി ഡ്രൈ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഞാൻ കുറച്ചധികം ചെയ്യുന്നുണ്ട്. 8 കിലോ കേക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഞാനിപ്പോ 4 കിലോന്റെ അളവാണ് കാണിച്ചു തരുന്നത്. അതുപോലെ ഉണക്കമുന്തിരി, 2 തരത്തിലുള്ള ഉണക്കമുന്തിരി, ഈന്തപ്പഴം കുരു കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ചെറി കട്ട് ചെയ്തെടുക്കാം. ടൂട്ടി ഫ്രൂട്ടി ഉള്ളത് എല്ലാ കളറും ഞാൻ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓറഞ്ച് ഇല്ലേ, ഓറഞ്ചിന്റെ തൊലി പീൽ ചെയ്തത് ചിരടിയത്, അതുപോലെ ഓറഞ്ചിന്റെ ജ്യൂസ്. ഇത് ഞാൻ വീട്ടിലൊക്കെ ഉണ്ടാക്കിയ പൈനാപ്പിളിന്റെ വൈനാണ്. അത് ഞാൻ ഒരു 1.5 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ 8 കേക്ക് ഉണ്ടാക്കാനുള്ളതാണ് ഞാൻ സോക്ക് ചെയ്ത് വെക്കുന്നത്. അതാണ് ഇത്ര അധികം ഉണ്ടാക്കുന്നത്. 100 ഗ്രാം സിനമൺ, 100 ഗ്രാം ക്ലാവ്, ഇഞ്ചിപ്പൊടി, നട്ട്മഗ് ഇതെല്ലാം കൂടി അരച്ച് പൊടിയാക്കി വെക്കാം. അതൊരു 1.5 സ്പൂണ്. തേന് 2 വലിയ സ്പൂണ് തേന്. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നട്ട്സ് ഒക്കെ ചേർക്കാം. നട്ട്സ് വേണമെങ്കിൽ ഇപ്പൊ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് വെക്കാം. ഞാനിതൊരു 1/2 അവർ മൂടി വെച്ചിട്ട് നട്ട്സ് ഒക്കെ പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. അണ്ടിപ്പരിപ്പും ബദാമും പൊടിച്ച് ഇതുപോലെ ചേർക്കും. ഓവറായിട്ട് പൊടിക്കില്ല, ജസ്റ്റ് ഒന്ന് കടിക്കുന്ന രീതിയിൽ പൊടിച്ച് ചേർത്ത് ഇനി നമുക്ക് ഇതൊരു 2 ദിവസമൊക്കെ മാറ്റി വെക്കാം. അന്ന് തന്നെ ചെയ്യാൻ പറ്റില്ല, അന്ന് തന്നെ ചെയ്യാം. 2 ദിവസം ഇരുന്നാൽ അത്രയും നല്ലത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ്. ഞാൻ 4 കിലോ പ്ലം കേക്കാണ് ഉണ്ടാക്കണേ. അതിന് 4 കിലോന് 2 കപ്പ് ഷുഗർ കാരമലൈസ് ചെയ്യണം. 2 കപ്പ് ഷുഗറിന് 2 കപ്പ് വെള്ളം, തണുത്ത ചൂടുള്ള വെള്ളം ഒഴിക്കണം. ഒഴിക്കുമ്പോൾ കട്ടിയാവും, നന്നായി നനയ്ക്കാൻ മതി. ഇതുപോലെ നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായി തിളച്ച് നല്ല കരിയാൻ പാടില്ല. അപ്പൊ കേക്കിന് കരിഞ്ഞ ടേസ്റ്റ് വരും. അതുപോലെ നന്നായി തിളച്ച് കഴിഞ്ഞാൽ അത് മാറ്റി വെക്കാം. അതുപോലെ 6 കപ്പ് മൈദ, 1.5 ടീസ്പൂൺ സ്പൈസസ് പൗഡർ, 2 ടേബിൾ സ്പൂൺ 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂണ് ഉപ്പ് നന്നായി മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ബട്ടർ 350 ഗ്രാം, 3 കപ്പ് ബ്രൗൺ ഷുഗർ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്, 12 മുട്ട. 4 കിലോ പ്ലം കേക്കിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് 12 മുട്ട, 1 ടീസ്പൂൺ സ്പൈസസ് പൊടിച്ചത് കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഈ സമയം നമ്മുടെ ബീറ്ററില് ബാറ്റർ നന്നായി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിരിഞ്ഞിരിക്കും. അപ്പൊ നിങ്ങളൊന്നും വിഷമിക്കേണ്ട. ചിലപ്പോൾ ബട്ടറും മുട്ടയും കൂടി ആകുമ്പോഴാണ് പിരിയുന്നതാണ്. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിന് 2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ്, അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ, നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ. ഇനി ബട്ടറിന്റെ ബാറ്റർ, അതിലേക്ക് മൈദ, ഷുഗർ സിറപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ആദിലക്ഷ്മി കിച്ചൺ മേഡിൽ ഇത് 1 വർഷം മുന്നേ മുട്ട ചേർക്കാത്ത പ്ലം കേക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന നമ്മൾ അടുപ്പിൽ വയ്ക്കുന്ന പ്ലം കേക്കും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ റെസിപ്പി നിങ്ങൾ നോക്കാം. ഇത് ഞാൻ ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഓരോരോ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പർ വിരിച്ച് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ കശുവണ്ടി പരിപ്പും ചെറിയും മുകളിൽ വെച്ചിട്ട്
ഓവനിന്റെ ഉള്ളിലേക്ക് വെച്ച് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 1 മണിക്കൂറും 10 നിമിഷം ആയപ്പോ എന്റെ കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതങ്ങനെ തന്നെ ഞാൻ നൈറ്റ് എടുത്ത് വെച്ചു, കാരണം ചൂടാറിയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ചൂടാറി വന്നിട്ടുണ്ട്. പിറ്റേ ദിവസം നമ്മൾ എന്താ ചെയ്യണ്ടേ, ഇതുപോലെ ടൂത്ത് പിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്താം. നന്നായി കുത്തി ചെറുതായി ഓട്ട എടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിരിക്കുന്ന പൈനാപ്പിൾ വൈനുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ വൈനെടുത്ത് ബ്രഷ് ഉപയോഗിച്ച് ഇതിന് മുകളിലേക്ക് പെറ്റി കൊടുക്കാം. എന്നിട്ട് ഇതങ്ങനെ തന്നെ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞു വെക്കാം. നല്ല അടിപൊളി ടേസ്റ്റില് നമ്മുടെ പ്ലം കേക്ക് തയ്യാറായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് ആദിലക്ഷ്മി കിച്ചൻ വേൾഡിലേക്ക് കമന്റ്സ് അറിയിക്കുക. കമന്റ്സ് അറിയിച്ചാൽ മാത്രം പോരാ, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ.